അല്ലല്ല ഈ ശബരിമലയിലെ വിശ്വാസ സംരക്ഷണത്തിന്റെ കാര്യം പറയുമ്പോഴും അല്ലല്ല ശബരിമലയിലെ വിശ്വാസ സംരക്ഷണത്തിന്റെ കാര്യം പറയുമ്പോഴും ശ്രീ ജെ ആർ പത്മകുമാർ എല്ലാ വേദികളിലും കേരളത്തിലെ വിശ്വാസ സംരക്ഷണത്തിനായി ബി.ജെ.പി. സർക്കാർ നിലപാടെടുക്കുമെന്ന് പ്രധാനമന്ത്രി ഇന്നലെ തിരുവനന്തപുരത്തെ പ്രസംഗത്തിൽ പറയുകയാണ്. ഒരു ചോദ്യമുള്ളത് ശ്രീ ആനന്ദകുമാർ ഞാൻ ഇടപെടുകയാണ്. ജെ ആർ പത്മകുമാറിനോടാണ് ചോദ്യം. മെയ് 23-ന് ഫലം വരുമ്പോൾ മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ശ്രീ ജെ ആർ പത്മകുമാർ പ്രധാനമന്ത്രി ഇന്നലെ പറയുന്നത് എല്ലാ വേദികളിലും കേരളത്തിലെ വിശ്വാസ സംരക്ഷണത്തിനായി ബി.ജെ.പി. സർക്കാർ നിലപാടെടുക്കുമെന്ന്. സെപ്റ്റംബർ 29 മുതൽ വിധി വന്ന ദിവസം മുതൽ പിന്നീട് ഇങ്ങോട്ട് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നത് വരെ ഇതിനുള്ള അവസരം ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് എന്തുകൊണ്ട് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നടപടി ഉണ്ടായില്ല? അങ്ങനെയല്ല പറഞ്ഞത്. ഞങ്ങൾ തന്നെയാണല്ലോ ഈ വിശ്വാസ സംരക്ഷണത്തിന് ഉണ്ടായിട്ടുള്ളത്. ഒരു വിശ്വാസ സംരക്ഷണ വിധി വന്നത് അന്ന് മുതൽ അതിൻ്റെ പേരിൽ സുപ്രീം കോടതി വിധി ഉപയോഗിച്ചുകൊണ്ട് ഒരു വിശ്വാസത്തെയും ആചാരത്തെയും തകർക്കാൻ ശ്രമിക്കുന്നതിനെതിരായിട്ട് സമരരംഗത്തുണ്ട് ഞങ്ങൾ തന്നെയാണ്. അതിനെ സംബന്ധിച്ച് ആ വിധി വന്നു, അതിന് പ്രക്ഷോഭമുണ്ടായി, പ്രതിഷേധമുണ്ടായി. ബി.ജെ.പി. അല്ല, ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളും രംഗത്ത് വന്നു, പ്രതിഷേധമുണ്ടായി. അതിനെ സംബന്ധിച്ച് വിധിയെ റിവ്യൂ ചെയ്യാനൊരു പെറ്റീഷൻ കൊടുത്തു. അത് കോടതിയിൽ പരിഗണനയിലുണ്ട്. അത് കോടതി ആ പരിഗണനാ വിഷയം പരിഗണിച്ച് കഴിഞ്ഞതിന് ശേഷം അത് വിശ്വാസത്തിനെതിരായിട്ടാണ് വരികയാണെങ്കിൽ ഞങ്ങൾ നിയമപരമായി ഭരണഘടനാപരമായി തന്നെയാണ് പറഞ്ഞത്. ഭരണഘടനാ ഭേദഗതിയിലൂടെ നിയമനിർമ്മാണത്തിന് അവസരം വേണമെങ്കിൽ ഓർഡിനൻസ് കൊണ്ടുവരാമായിരുന്നു. അങ്ങനെയല്ല, കോടതിയിൽ നിലവിൽ അല്ല മഞ്ജുഷ, കോടതിയിൽ നിലവിൽ ഇപ്പോൾ റിവ്യൂ പെറ്റീഷൻ പരിഗണനയിലാണ്. അത് പരിഗണിക്കട്ടെ. അത് പരിഗണിച്ചിട്ട് വിശ്വാസത്തിനെതിരായിട്ടാണ് കോടതി വിധി വരണമെങ്കിൽ ഭരണഘടനാപരമായ അവകാശം സംരക്ഷിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആനത്തലവട്ടം പറയുന്നത് പച്ചക്കള്ളമാണ്. മുഖ്യമന്ത്രി പറയുന്ന അതേ കാര്യം തന്നെയാണ്. ക്ഷേത്രത്തിൽ എത്രയോ ദിവസമായി ഉത്സവം തുടങ്ങിയിട്ട് ആ സമയത്ത് അവിടെ തന്നെ സ്റ്റേജിൽ അതിലേക്ക് പോകരുത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല. പിന്നെ ഇപ്പോ നമ്മുടെ ചാമക്കാല പറഞ്ഞൊരു കാര്യമുണ്ട്. ചാമക്കാല പറയുന്നൊരു കാര്യമുണ്ട്, വിശ്വാസ സംരക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പത്രപ്രസ്താവനയിലൂടെയും ഓഫീസിലും ഇരുന്നിട്ടാണ് നടത്തിയിട്ടുള്ളത്. അവർ ഈ CPM-ന്റെ ബി ടീമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവർ ആദ്യം മുതൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ പറഞ്ഞ വിശ്വാസ സംരക്ഷണത്തിനായി ബി.ജെ.പി. കോടതി മുതൽ പാർലമെന്റ് വരെ പോരാടുമെന്നാണല്ലോ പ്രധാനമന്ത്രി പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ചർച്ചാ വിഷയമായ സമയത്ത് സെപ്റ്റംബർ 29 മുതൽ ഇങ്ങനെ ഒരു പോരാട്ടം കണ്ടില്ലല്ലോ എന്നാണ് ന്യായമായ ചോദ്യം. ഞങ്ങൾ തന്നെയാണല്ലോ ഈ ഗവൺമെന്റിനാണ്, സുപ്രീം കോടതി അല്ലല്ലോ പറഞ്ഞത്. സുപ്രീം കോടതിയുടെ വിധിയെ തെറ്റായി ധരിപ്പിച്ചുകൊണ്ട് ഈ ആചാര ലംഘനം നടത്തിയപ്പോൾ സമരരംഗത്തുണ്ടായത് ഞങ്ങൾ തന്നെയാണ്. ഇവർ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് ബി ടീം എന്ന് പറയാൻ കാരണം ഞാൻ നിലയ്ക്കൽ സമരത്തിന് പോയിട്ടുണ്ട്. അവിടെ ആ സമയത്ത് എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം ഞങ്ങളാരും മുദ്രാവാക്യം വിളിച്ചില്ല. അതേസമയം ഈ ചാമക്കാലയുടെ നേതാക്കന്മാർ രമേശ് ചെന്നിത്തലയും എല്ലാവരും അവിടെ ചെന്നിട്ട് പിണറായി വിജയൻ രാജിവെക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് അവരെ AC കാറിൽ കയറ്റി പമ്പയിൽ കൊണ്ടിറക്കി. അവിടെയും ചെന്നിട്ട് പിണറായി വിജയൻ രാജിവെക്കുക എന്ന് പറഞ്ഞപ്പോൾ കേസെടുക്കാതെ തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ചാമക്കാലെ 1 മണിക്കൂർ ഈ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷന്റെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷന്റെ പടിക്കൽ നിങ്ങൾ പോയിട്ടുണ്ടോ? 1 മണിക്കൂർ നിങ്ങൾ ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും പോലീസിനെ തല്ലുവാക്കിയിട്ടുണ്ടോ? ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പോലീസുകാരൻ നിങ്ങൾ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ തല്ലുകൊണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ പ്രതിയായിട്ടുണ്ടോ? ജയിലിൽ കിടന്നിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ എന്ത് അവകാശ സംരക്ഷണമാണ് നടത്തുന്നത്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തിട്ടുള്ളത് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ്. അവർ നിങ്ങൾക്കെതിരായി കേസെടുത്തിട്ടില്ല. പിന്നെ ആനത്തലവട്ടം പറഞ്ഞു ഏതെങ്കിലും ആരൊക്കെ പേരിൽ കേസെടുത്തിട്ടുണ്ടോ എന്ന്. ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തെ ദിവസം അവിടെ നാമജപം നടത്തിയ 89 ആളുകളെ പേരിൽ നിങ്ങൾ കേസെടുത്തില്ലേ? എന്ത് തെറ്റാണ് അവരത് ചെയ്തത്? ക്ഷേത്രത്തിന്റെ നടയിൽ നാമജപം നടത്തിക്കൂടെ? രണ്ടാമത്തെ ദിവസം അവരെ അറസ്റ്റ് ചെയ്തു, കോടതി ജാമ്യത്തിൽ വിട്ടു. രണ്ടാമത്തെ ദിവസം ജപം നടത്തിയ ആളുകളെ നിങ്ങളുടെ പോലീസുകാർ വിളിച്ചു കൊണ്ടുപോകുന്ന ഈ മൂത്രപ്പുരയുടെ അടുത്ത് കൊണ്ട് നിർത്തിയിട്ട് ഇതാണ് സ്ഥലം, നിങ്ങൾ ഇത് വിളിച്ചോ, നാമജപം ജപിച്ചോ എന്ന് പറഞ്ഞ് അപമാനിക്കല്ലേ നിങ്ങൾ ചെയ്തത്?